ജാതി ജാതി എന്ന് പറഞ്ഞാൽ ജനിച്ച ജാതികൾ ശരിക്കും ഹൈന്ദവ മതത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും നിരവധി സെക്റ്റുകളുണ്ട്. നൂറുകണക്കിന് സെക്റ്റുകളുണ്ട് ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെയുള്ളത് നോക്കിയാൽ കേരളത്തിൽ തന്നെ നോക്കുക, തങ്ങൾ, ഷെയ്ഖ്, അതുപോലെ ഓസാൻ, ഇതുപോലെയുള്ള നിരവധി വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും നിരവധി വിഭാഗങ്ങളിലുണ്ട്. പരസ്പരം പള്ളിയിൽ കയറാത്തവരും മോസ്കിൽ കയറാത്തവരുമായിട്ടുള്ള വിഭാഗങ്ങൾ പോലുമുണ്ട് ഈ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ പോലും. അൽഹംദുലില്ലാ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലേ? നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ എന്താ? അതിസങ്കീർണമായ ജാതീയതമായ വിഭാഗീയമായ ഇത്തരം ചിന്താഗതികൾ സെൻകുമാർ സാറിന്റെ വിശ്വാസധാരയിൽ മാത്രമാണ്. അങ്ങനല്ല, ഇസ്ലാമിലും ഉണ്ട്. തങ്ങള്, മൊല്ല, ഷെയ്ഖ് എന്ന അദ്ദേഹത്തിന്റെ വാചകമാണ്. ഷെയ്ഖ്, അതുപോലെ തന്നെ ഒസാമാര്, അങ്ങനെ തുടങ്ങി 100,000 വരുന്ന ജാതികൾ ഇസ്ലാമിലും ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ അവർ ജാതീയത അവർ കൊണ്ടു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയുക? ഇസ്ലാമിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അതിന് ഏറ്റവും പ്രൗഢമായ ഉദാഹരണം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീനാരായണ ഗുരു കണ്ടില്ലേ? നമ്മുടെ MK സാനു സാറിന്റെ ശ്രീനാരായണ ഗുരു എന്ന പുസ്തകമാണ്. ഇസ്ലാമിലെ നവോത്ഥാന നായകനാണ്. ഇസ്ലാമിലെ ജാതീയത അകറ്റാൻ വേണ്ടി അവതീർണമായ മഹാപ്രതിഭ, മഹാമനുഷ്യ, സ്വാത്വികനായ മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു. ഇസ്ലാമിൽ ജാതീയത ഉള്ളത് കൊണ്ടല്ലേടാ മനുഷ്യ ബഹുമാനപ്പെട്ട ഉമാനാശാൻ എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട 7 ചെറുമം പോയി തുപ്പിയിട്ടാൽ ചിത്രാപഥത്തിൽ ചാരത്തിരിക്കുവാൻ ഒട്ടും പേടിക്കണം നമ്പുരാൻ എഴുതി. ഇസ്ലാമിൽ കടുത്ത ജാതീയത ഉള്ളതുകൊണ്ടാണ്. പണ്ഡിറ്റ് കറുപ്പൻ, അല്ല ഇവനൊരു പുലയനല്ലേ, അള്ളാമതം നാളെ സ്വീകരിച്ചാൽ ഇല്ലത്തും പോകാൻ ജ്ഞാനപ്പെണ്ണെ, നോക്കു സുന്നത്തിൻ മഹാത്മ്യം ജ്ഞാനപ്പെണ്ണെ. ജാതീയത ഉണ്ടല്ലേ? ഇസ്ലാമിൽ ജാതീയത ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനവന്റെ മതത്തെ പൂഴ്ത്തി പറയൽ മാത്രമാണ്. ഇസ്ലാമിൽ കടുത്ത ജാതീയതയുണ്ട്. എത്ര തെളിവുകളുണ്ട് ഇവിടെ. കേരളത്തിലാണ് മഹാത്മാ അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിൽ ഇത്തരം ജാതീയതക്കെതിരെ ജീവിതകാലം മുഴുവനും പോരാടിയ മനുഷ്യനാണ്. പഞ്ചമിയെ സ്കൂളിൽ കയറ്റിയില്ലല്ലോ. വിലയെ പിള്ളാരെ ഒപ്പം പഠിക്കാൻ ഞങ്ങളുടെ മക്കൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളാരെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യത്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം കുട്ടികളോടൊപ്പം പാവപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പഠിക്കാൻ സന്നദ്ധമായില്ല. അങ്ങനെ കടുത്ത ജാതീയത ഇവിടെ ഉണ്ടായിരുന്നു. ജാതീയതയുടെ നിർവചനം ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജാതീയത എന്താണെന്ന്? സൗദി അറേബ്യയിലെ ഒരു വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തുകൂടി മനുഷ്യർക്ക് പാമ്പും പഴുതാരയും എഴഞ്ഞു പോകുന്ന, അതുപോലെ നായ്ക്കളും മറ്റുമൊക്കെ നടന്നു പോകുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് നടന്നു പോകാൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ഈ ജാതീയത, മുസ്ലിമീങ്ങളുടെ ജാതീയത കാരണം ഈ പള്ളി തങ്ങന്മാരുടേതാണ്. ഈ വഴി നടന്നു പോകുന്ന ആളുകൾ ലബ്ബമാരും അതുപോലെ തന്നെ ഉസാമാരുമാണ്. വഴി നടത്തത്തില്ല. ഇലാഹായ തമ്പുരാനെ. അങ്ങനെ ആ സൗദി അറേബ്യയിലെ മഹാത്മാഗാന്ധിജി എന്ന് പറഞ്ഞൊരു ഷെയ്ഖുന, അന്നത്തെ വലിയൊരു ഷെയ്ഖുന, കാദി മുത്തവല്ലിയൊക്കെയായിരുന്നു. ആ ഷെയ്ഖുന ഗാന്ധിജി വൈക്കം മനയിലെ നമ്പൂതിരിയെ കാണാൻ വേണ്ടി വന്നു. എന്ത് ചെയ്യാനെന്ന് പറ. ഈ നമ്പൂതിരി ആകട്ടെ അന്നത്തെ വലിയ ഇസ്ലാമിലെ വലിയൊരു ജാതീയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു വഴി നടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഷെയ്ഖുന ഗാന്ധിജി പറഞ്ഞു, അവർ മനുഷ്യരല്ല, വഴി നടന്നോട്ടെ, പട്ടിയും പാമ്പും പഴുതാരയൊക്കെ പോകുന്ന വഴിയല്ലേ, മനുഷ്യർ നടന്നോട്ടെ, മനുഷ്യർക്കല്ലേ പ്രയോറിറ്റി. അപ്പം ഈ വൈക്കം മനയിലെ അല്ലാമ പറയാണ്, അവര് നീച ജന്മങ്ങളാണ്. എന്താ ചെയ്യ? ഇങ്ങനെ തുടങ്ങി ഒരു 100,000 വരുന്ന ജാതീയപരമായ വേർതിരിവുണ്ടെന്ന്. ഇപ്പൊ തന്നെ നോക്ക്, മഹാത്മാഗായി അയ്യങ്കാളി, അതുപോലെ സഹോദരൻ അയ്യപ്പൻ, കൃഷ്ണപിള്ള അടക്കമുള്ള ആളുകൾ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരാണല്ലോ. ഇവരെല്ലാം എന്തിനു വേണ്ടി പോരാടിയ ആളുകളാണ്? ഇവരെല്ലാം ഇസ്ലാമിലെ കടുത്ത ജാതീയത. ശ്രീനാരായണ ഗുരു ഇസ്ലാമിലെ നവോത്ഥാന നായകനല്ലേ? സംശയമുണ്ടോ? ഇസ്ലാമിനെ പരിഷ്കരിച്ച നായകനാണ്. ഇസ്ലാമിലെ ജാതീയതക്കെതിരെ അഹോരാത്രം കഷ്ടപ്പെട്ട ആളാണ്. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെ നാണു എന്ന് വിളിച്ച് കളിയാക്കിയിട്ടില്ലേ? എന്ത് ശ്രീനാരായണ ഗുരു എന്നാ പറഞ്ഞു? നാണു എന്ന് വിളിച്ച് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെ അന്നത്തെ മുസ്ലിം സവർണന്മാർ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നു. ഇന്നും നമ്മുടെ ഈ സൗദി അറേബ്യയിലുള്ള എത്ര പള്ളികളിൽ നിന്നാണ് ഒസാമാരാണെന്നും പറഞ്ഞ് ഇവരെയൊക്കെ പുറത്താക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വേടൻ മുസ്ലിം ആയാൽ അദ്ദേഹത്തിനെ മക്കത്തെ പള്ളിയിൽ ഇമാമാകാൻ, അദ്ദേഹത്തിന് ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ, വിജ്ഞാനമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ മക്കത്തെ പള്ളിയിൽ ഇമാമാക്കൂ. ഇമാമാക്കൂ. നിങ്ങൾക്ക് പറ്റുമോ? പറ്റത്തില്ലെന്ന്. ഞങ്ങൾക്ക് പറ്റൂ. മനസ്സിലായ? ഇനി പറയട്ടെ,
നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ജാതിയതയുള്ള ആളുണ്ടല്ലോ, ഈ ജാതിയിൽ നിന്ന് മാറാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിലെ അഭാന്തര വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് മറ്റൊന്നാകാൻ കഴിയും. എൻ്റെ സംശയമാണ്, പറയാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ ഷിയ ഒരു ജാതിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ ഷിയാക്ക് സുന്നി ആവുകയും സുന്നി പള്ളികളിൽ ഇമാം വയ്ക്കാൻ പറ്റുമോ? അമ്പട പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ ജാതിയത കൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പറ്റൂ. മനസ്സിലായ? 100,000 ജാതികളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ജാതിയാകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. അതായത് ഒരു ഈഴവന് നമ്പൂതിരിയാകാം, അതുപോലെ തന്നെ ഒരു കീഴ്ജാതിയിൽപ്പെട്ട ഒരു പറയനോ കുലയനോ എന്ത് ചെയ്യാം? ബ്രാഹ്മണനാകാം. എല്ലാം പറ്റും. നിങ്ങളുടെ മതത്തിൽ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ പറ്റത്തില്ല. വേടൻ എങ്ങനെ ആകാൻ പറ്റുമോ? വേടൻ്റെ ജാതി മാറാൻ പറ്റുമോ? വേടൻ മുസ്ലിമായ നിങ്ങൾ മക്കത്തെ പള്ളി ഇമാമാക്കുമോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ ജാതീയത ഇല്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കടുത്ത ജാതീയത വന്നിരിക്കുന്നത്. ജാതീയത ഇല്ലെന്നും പറഞ്ഞ് കുറേ ആളുകൾ. സിംഗുമാർ സാറ് പൊളിയാണ് സാറേ. സാറിൻ്റെ അറിവിൻ്റെ മുമ്പിൽ നമോ വാകം.